കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് ചേവായൂർ പോലീസ്. ഇന്നലെയാണ് ഇവരെ വെള്ള പുതപ്പിച്ച് കിടത്തിയ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിയാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചത്. തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിന് സമീപം താമസിക്കുന്ന സഹോദരിമാരായ ശ്രീജയ, പുഷ്പലളിത എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത്. ശനിയാഴ്ച പുലർച്ചെ 5:30 പ്രമോദ് തന്റെ സുഹൃത്തിനെയും ബന്ധുവിനെയും വിളിച്ച് ശ്രീജയ മരിച്ചുവെന്ന് അറിയിച്ചിരുന്നു. പ്രായമായതിനാൽ സ്വാഭാവിക മരണമാണെന്നാണ് ഇരുവരും കരുതിയത്. സുഹൃത്ത് എത്തിയപ്പോൾ വീട്ടിൽ ആരെയും കാണാതെ വന്നതിനെ തുടർന്ന് അയൽവാസികളോട് അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചില്ല. പിന്നീട് ബന്ധു എത്തിയപ്പോഴാണ് വീട് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനുള്ളിൽ 2 മുറികളിലായി ശ്രീജയെയും പുഷ്പലളിതയെയും വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കിടത്തിയതായി കണ്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. ബന്ധുക്കളും അയൽക്കാരും പോലീസും പ്രമോദിനെ വിളിച്ചെങ്കിലും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ പ്രമോദ് ഫറോക്കിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. അവിവാഹിതരായിരുന്നു 3 പേരും. ശ്രീജയ ബീച്ച് ആശുപത്രിയിൽ നിന്ന് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ജോലി ചെയ്ത് വിരമിച്ചയാളായിരുന്നു. കൊല്ലപ്പെട്ട സഹോദരിമാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു പ്രമോദെന്ന് അയൽക്കാർ പോലീസിന് മൊഴി നൽകി. ന്യൂസ് 18 കോഴിക്കോട്.